ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ക്യൂസിക്ക്. ഇന്ന് നമ്മൾ റീസണിങ്ങിൻ്റെ ബ്ലഡ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതായത് 10 സെക്കൻഡ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യന് ടൈമറായിട്ട് തരുന്നുണ്ടാവുക. ആ 10 സെക്കൻഡിൽ ആ ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. ആ സമയത്തിനുള്ളിൽ ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ടൈം കഴിഞ്ഞു. ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിക്കണം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഫാമിലി ട്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് റിലേഷൻ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഫാമിലി ട്രീയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇൻഡിവിജ്വലിനെ സർക്കിളിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെയിലിനെ ഞാനിവിടെ നെഗറ്റീവ് സൈനും ഫീമെയിലിന് പോസിറ്റീവ് സൈനും ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, സർക്കിൾ തന്നെ എടുക്കണമെന്നില്ല. ചിലർ മെയിലിന് സർക്കിളും ഫീമെയിലിന് ട്രയാങ്കിളും ആയിട്ട് എടുക്കാറുണ്ട്. ചിലർ ഫീമെയില് മൈനസും മെയില് പ്ലസും ആയിട്ട് എടുക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജെൻഡർ നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ മേരി എന്ന് പറയുന്ന ഒരു പേര്, അതൊരു ഫീമെയിലിന്റെ പേരായിട്ടാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ആ പേര് നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ഫീമെയിലാന്ന് പറയുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും അത് ഫീമെയിലാന്ന് പറഞ്ഞ് എടുക്കരുത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലി ട്രീ വരച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ലൈൻ യൂസ് ചെയ്യുന്നത് കപ്പിൾസിനും ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്യുന്നത് സിബ്ലിംഗ് റിലേഷൻഷിപ്പിനും അതുപോലെ തന്നെ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്യുന്നത് പേരന്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്പിലുമാണ്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. 6% ഒരു ബ്ലഡ് റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് സിയുടെ ഒൺലി ഡോട്ടർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സിയെയും വിയെ റെപ്രസെന്റ് ചെയ്തു. സിയുടെ ജെൻഡർ പറയുന്നില്ല. വി ഒൺലി ഡോട്ടർ ആയതുകൊണ്ട് തന്നെ പ്ലസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ ഡിയുടെ മദർ ഇൻ ലോ ആണ് 6. അപ്പൊ ഡി ആരെയോ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം ഡബിൾ ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. 6 അവരുടെ മദറാണ്. പിന്നെ ഡിക്ക് ഒരു മകളുണ്ട്. പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ എൽ ഈസ് ദ സിസ്റ്റർ ഇൻ ലോ ഓഫ് വി ആൻഡ് ഈസ് നോട്ട് മാരീഡ്. ആൻഡ് ഈസ് നോട്ട് മാരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് പേഴ്സണിനെ വേണം എടുക്കാൻ. അതായത് എല്ല് മാരീഡ് അല്ല, എല്ല് വീട് സിസ്റ്റർ ഇൻ ലോയും ആണ്. രണ്ട് തരത്തിൽ ഒരാൾക്ക് സിസ്റ്റർ ഇൻ ലോ വരാം. അതായത് ഒന്നെങ്കിൽ അയാളുടെ ബ്രദറിന്റെ വൈഫായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, അവരുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആയിരിക്കണം, അല്ലേ അവരുടെ ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ വൈഫിന്റെയോ സിസ്റ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ബ്രദറിന്റെ വൈഫായിരിക്കണം. അപ്പൊ എല്ലാം മാരീഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ബി ആരെയോ കല്യാണം കഴിച്ചിട്ട് അവരുടെ സിസ്റ്റർ ആയിരിക്കും എൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇനി എന്ത് വേണം, കണക്ട് ചെയ്ത് നോക്കണം. ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിയും ആറിനെയും കൂടെ മാരി ചെയ്യിപ്പിച്ച് അങ്ങനെ ഈ ഡയഗ്രം കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ, സിയും ഡിയും കൂടെ മാരി ചെയ്യിപ്പിച്ച് അങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഈ ട്രീ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് സിയും ആറും തമ്മിൽ മാരി ചെയ്യിപ്പിക്കുകയാണ്. സി ആറും തമ്മിൽ മാരി ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ സി എന്താകും, മെയിൽ ആകും. സിന്റെ ഓൺലി ഡോട്ടർ ആണ് വി. വി ആരെ മാരി ചെയ്തു, ഡിയെ മാരി ചെയ്തു. അപ്പൊ വിക്ക് സിസ്റ്ററിലായിട്ട് എല്ല് വരും. അവരുടെ ഡിക്ക് ഡോട്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ അവരുടെ ഡോട്ടറായിട്ട് എഫും വരും. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. 6% തന്നെ വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ഇപ്പൊ നമുക്ക് കിട്ടി. ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു സി. ആറ് സിയുടെ വൈഫാണ്. ഇനി നമ്മൾക്ക് സിയും ഡിയും കൂടെ കണക്ട് ചെയ്ത് എന്ത് സംഭവിക്കും നോക്കാം. സിയും ഡിയും കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് വി താഴെ സിയുടെ ഡോക്ടറായിട്ട് വരും. ബിക്ക് സിസ്റ്റർ ഇല്ല വരണം. ബി അപ്പൊ ആരെയോ മാരി ചെയ്യണം. ബിക്ക് സിസ്റ്റർ ഇല്ല പറഞ്ഞാൽ എല്ലാം മുകളിലല്ല കേട്ടോ, താഴെയാണ്. ഞാൻ കൊടുത്തപ്പോൾ അങ്ങനെ ആയിപ്പോയത്. പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 6 കൂടുതൽ ആൾക്കാർ വരും. അപ്പോഴത്തേക്ക് ആ ഒരു പോസിബിലിറ്റി തെറ്റായിട്ട് വരും.
അപ്പൊ ഈ ആദ്യം എടുത്ത പോസിബിലിറ്റി തന്നെയാണ് കറക്റ്റ്. അപ്പൊ സിയുടെ വൈഫാണ് ആർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.